ഇത് കണ്ട, ഇത് ഞാൻ എൻ്റെ അമ്മയുടെ ചേച്ചിക്ക് വേണ്ടിയിട്ട് സ്റ്റിച്ച് ചെയ്ത ഒരു ചുരിദാറിൻ്റെ തുണിയുണ്ടേ. അതിൻ്റെ കുറച്ച് വെട്ട് പീസ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ എന്തെങ്കിലും ഒരു തട്ടിക്കൂട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് നോക്കിയപ്പോഴാണ് ഒരു മേക്കപ്പ് പൗച്ച് ഉണ്ടാക്കാം, അന്ന് എങ്ങനെ ഉണ്ടായിരിക്കും എന്നൊക്കെ ഞാൻ വിചാരിച്ചത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ക്യാൻവാസൊക്കെ വെട്ടി വെച്ച്, തുണി തികയൊന്നൊന്നും നോക്കിയില്ല ആദ്യമേ. പക്ഷേ എന്തോ ദൈവഭാഗ്യത്തിന് തുണി തികഞ്ഞ് കിട്ടി. അപ്പോൾ ഇത് രണ്ട് സൈഡിലും ഞാനൊരു റെക്റ്റാങ്കിൾ ഷേപ്പ് വരുന്നൊരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ വെക്കാൻ ഒരു ക്യാൻവാസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് രണ്ടും കൂടി വെച്ച് നോക്കുവാണ് ഇത് പരുവാകുമല്ലോ എന്ന്. അപ്പോൾ പക്ഷേ സെറ്റായിരുന്നു. ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് തേച്ചെടുക്കാവുന്നതാണ്. പക്ഷേ ഞാൻ പകരം സ്റ്റിച്ച് ചെയ്താണ് എടുത്തത്. എനിക്ക് അയൺ ബോക്സ് ഞാൻ കൊണ്ടുവരാൻ മറന്നുപോയി, അങ്ങനെ വരുന്നതാണ്. പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള ലൈനിങ് പീസാണ്. അതിൻ്റെ ഉള്ളിൽ ചെറിയതായിട്ട് ഈ ക്യാൻവാസ് കാണാതിരിക്കാൻ വേണ്ടിയിട്ടൊരു പീസ് ആണല്ലോ. പിന്നെ നമുക്കൊരു സിബ് എടുത്തിട്ടുണ്ട്. പിന്നെയാണെന്നുണ്ടെങ്കിൽ ഈ സിബ് വയ്ക്കാനായിട്ടുള്ള പരിപാടിയിലായിരുന്നു. പിന്നെ ലൈനിങ് വെച്ചു, അത് രണ്ടും കൂടി ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അത് നമ്മൾ നേരെ മറിച്ചിടുകയാണ്. എന്നിട്ട് നമ്മൾ നല്ല വശം ചേർത്ത് വെച്ചിട്ടാണ് ഈ സിബ് സ്റ്റിച്ച് ചെയ്യുന്നത്. അതിന് ശേഷം ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ലൈനിങ് പീസും കൂടി ചേർത്ത് വെക്കുന്നുണ്ട്. ഇത് രണ്ടും കൂടി ജോയിൻ ചെയ്ത് നമ്മൾ എടുക്കുകയാണ്. പിന്നെ നമ്മളത് നിവർത്തിയിടാൻ നേരത്ത് ഇങ്ങനെയാണ് കേട്ടിരിക്കുന്നത്. ഇതിൻ്റെ ആ സിബ് വരുന്നതുകൊണ്ട് ആ ഓപ്പണിംഗ് ഭാഗം ഇത് ലൈനിങ് ഉള്ളിലേക്ക് വരും. ഇത് നമ്മളൊട്ടും കാണാത്ത രീതിയിലാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ സൈഡിലായിട്ട് ഒരു ചെറിയൊരു വള്ളി വെക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ളൊരു പീസാണ്. ഇതൊരു 2 ഇഞ്ച് 2.5 ഇഞ്ച് വലുപ്പം വരുന്നതാണ്. ഒരു 1/2 ഇഞ്ച് വരുന്ന രീതിയിലാണ് ഞാൻ ചെയ്യുന്നത്. ഇത് രണ്ടായിട്ട് ആദ്യം ഒന്ന് മടക്കും, പിന്നെ ഒന്നുകൂടി മടക്കും. അതിന് ശേഷം അത് നല്ലപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മളിത് ഈ സൈഡെല്ലാം കൂടി ജോയിൻ ചെയ്തിട്ടുള്ളതാണ്. പിന്നെ ഈ കാണുന്ന സ്ക്വയർ ആയിട്ടുള്ള പോർഷൻ ഉണ്ടല്ലോ, അത് നമ്മൾ കട്ട് ചെയ്യണം. എന്നിട്ട് അതിൻ്റെ സൈഡ് കോണോട് കോൺ ചേർത്ത് സ്റ്റിച്ച് ചെയ്യാനുള്ളതാണ്. പക്ഷേ അത് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ മറന്നുപോയി. പിന്നെ അത് നമ്മൾ മറിച്ചെടുക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ അടിപൊളിയായിട്ടുള്ളൊരു മേക്കപ്പ് പൗച്ച്. അപ്പോൾ വേസ്റ്റ് തുണി കൊണ്ട് ഇത്രയും നല്ല അടിപൊളി മേക്കപ്പ് പൗച്ച് കിട്ടില്ലേ. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഇട്ട് സൂക്ഷിക്കാം കേട്ടോ. ഇത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ്. ആർക്കെങ്കിലും ഇഷ്ടപ്പെടുന്നതുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.